Hi friends, welcome back to my channel. ഇന്ന് ഞാൻ മീൻ പൊള്ളിച്ചതിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മീൻ പൊള്ളിക്കാൻ വേണ്ടി 3 ആവോലിയാണ് ഞാൻ എടുത്തത്. മസാല നന്നായി പിടിക്കാൻ വേണ്ടി ഇതുപോലെ ഒന്ന് വരഞ്ഞു കൊടുക്കണം. ഇനി മീനിന് മസാല ഇട്ട് കൊടുക്കാം. അതിനു വേണ്ടി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 1 ടീസ്പൂൺ, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, വിനെഗർ 1 ടേബിൾ സ്പൂൺ, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് നന്നായി മിക്സ് ആക്കാം. ഇനി മീനിലേക്ക് മസാല നന്നായിട്ട് ഇട്ട് കൊടുക്കണം. അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം മീൻ ഫ്രൈ ചെയ്തെടുക്കാം. അരമണിക്കൂർ കഴിഞ്ഞു. ഇനി മീൻ ഫ്രൈ ചെയ്യാം. മീനിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് കറിവേപ്പില ചേർത്തിരുന്നു. മീൻ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഒരു പാൻ അടുപ്പിൽ വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. വെളിച്ചെണ്ണ നന്നായി ചൂടായാൽ ഓരോ മീനും ഇട്ട് കൊടുക്കാം. മീൻ ഒരു ഭാഗം ഫ്രൈ ആയിട്ടുണ്ട്. ഇനി മറ്റേ ഭാഗം കൂടി ഫ്രൈ ചെയ്തെടുക്കാം. മീൻ 2 ഭാഗവും ഫ്രൈ ആയി. ഇനി അത് മാറ്റി വെക്കാം. പിന്നെ ഇതിന് വേണ്ടത് സവാള 1, തക്കാളി 1, കുടംപുളി 1 ചെറിയ കഷ്ണം, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 1 ടേബിൾ സ്പൂൺ, കുറച്ച് കറിവേപ്പില, മല്ലിയില. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് സവാള വഴറ്റിയെടുക്കാം. സവാള പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടാൻ വേണ്ടി അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി തക്കാളി ഇട്ട് കൊടുക്കാം. ഇനി മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി അവ ഇട്ട് കൊടുക്കാം. ഇനി 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, കുടംപുളി എന്നിവ ചേർത്ത് കൊടുക്കാം. മസാല തയ്യാറായി. ഇനി ഒരു വാഴയിലെടുത്ത് വാട്ടിയെടുക്കാം. വാട്ടിയെടുത്ത വാഴയിലയിൽ ആദ്യം കുറച്ച് മസാല ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിന് മുകളിൽ മീൻ വെച്ച് കൊടുക്കാം. എന്നിട്ട് അതിന് മുകളിൽ കുറച്ചുകൂടി മസാല ഇട്ട് കൊടുക്കാം. ഇനി അല്പം കറിവേപ്പില, മല്ലിയില എന്നിവ ഇട്ട് ഇത് മടക്കിയെടുക്കണം. എല്ലാ മീനും ഇതേപോലെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരു തവ അടുപ്പിൽ വെച്ച് നന്നായി ചൂടായാൽ വാഴയിൽ പൊതിഞ്ഞ് വെച്ച് ഈ മീൻ വെച്ച് കൊടുക്കാം. ഇനി ഒരു മൂടി വെച്ച് അടച്ചു കൊടുക്കണം. ഒരു വശമായാൽ ഇനി മറ്റേ വശം കൂടി തിരിച്ചിട്ട് കൊടുക്കാം. മീൻ പൊള്ളിച്ചത് റെഡിയായി. നമുക്കിത് തുറന്ന് നോക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.